നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും ഒരിക്കൽ കൂടി പറയുന്നു. ഇന്ന് രാവിലെ ചുമതലയേറ്റ ഗവർണർക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാന്യരെ, ഞാൻ ജന്മം കൊണ്ട് മുസ്ലിമാണ്. അത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കണം. അതാണ് എൻ്റെ വിശ്വാസം. അതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. അതുപോലെ അഭിമാനിക്കുന്ന മറ്റു കാര്യമാണ് ഞാനൊരു ഇന്ത്യക്കാരാണെന്ന കാര്യം, ഇന്ത്യൻ പൗരനാണെന്ന കാര്യം. രണ്ട് കാര്യം ഒരുപോലെ അഭിമാനിക്കുന്ന വ്യക്തിയാണ്. അത് വർഗീയമായി ചിന്തിക്കുകയോ തീവ്രമായി പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ചെയ്യുകയില്ല. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് സാന്ദർഭികമായിട്ടായിരിക്കുമെന്ന് ചിന്തിക്കുക. ഞാൻ വലിയൊരു സമ്പന്നനല്ലെങ്കിലും സമുദായത്തിന് വേണ്ടി 3 പള്ളി പണിയുന്നതിന് നേതൃത്വം കൊണ്ട്, 1 നമ്മൾ സ്വന്തമായിട്ടും 2 അതിൻ്റെ പ്രസിഡൻ്റായിക്കൊണ്ട്. ഇത് പറയാൻ കാരണം, അതിനുശേഷം നമ്മളതിൻ്റെ പൊതുയോഗത്തിൽ പോലും പോയിട്ടില്ല. ഇവിടെ വോട്ടെടുപ്പിൽ കൂടി അധികാരത്തിൽ കയറുന്ന കാലത്ത് 1 പള്ളി സ്വന്തമായിട്ട് 2 പള്ളി പണിയാൻ നല്ല സഹകരണം ചെയ്തിട്ട് പിന്നീട് പൊതുയോഗത്തിൽ പോലും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളെ ലക്ഷ്യം പള്ളി ഭാരവാഹി ആകുന്നതല്ല. എന്തുമാകട്ടെ, വെള്ളപ്പള്ളി നടേശൻ അവരുകളോടും സഭാ നേതൃത്വത്തോടും പറയാനുള്ള ഒരു കാര്യം, ഈ എളിയവൻ്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. മറ്റൊന്നുമല്ല, ഇപ്പോൾ NSSൻ്റെ മന്നം ജയന്തി സമ്മേളനം ഇന്ന് 2-ാം തീയതി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മറ്റ് പല നേതാക്കളും പങ്കെടുത്തു. അതിൽ വെള്ളാപ്പള്ളിയുടെ സമുദായ സംഘടനയായ ശിവഗിരി മഠത്തിൻ്റെ പൂജാരിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താ പറയാൻ കാരണമെന്ന് നിങ്ങൾക്ക് ബുദ്ധിയുടെ അംശം മരവിച്ചു പോയിട്ടില്ലെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി പറയുക. ഞാൻ മുസ്ലിം സമുദായം ജനിച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ വീടുകളിൽ പള്ളിയിൽ നിൽക്കുന്ന മുസ്ലിയാർക്ക്, പ്രത്യേക ഗ്രാമങ്ങളിലവർക്ക് ഓരോ വീട്ടുകാർ ചെലവ് കൊടുക്കുകയാണ്. അത് സാമ്പത്തിക ശേഷി അനുസരിച്ച് ഒരാഴ്ച, 2 ദിവസം, 1 ദിവസം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 2 ദിവസമായിട്ടാണ് പരിപാടി വരുന്നത്. ഞങ്ങളത് അത്ര സമ്പന്നല്ല, ഞങ്ങൾ കുടുംബക്കാരൊക്കെ വലിയ കോടീശ്വരന്മാരാണ്. അപ്പോൾ ഒരു ദിവസം ചെന്നപ്പോൾ വൈഫ് പറഞ്ഞ്, ഇന്ന് മുസ്ലിയാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് മോഡേൺ കഴിച്ചില്ല, മോഡേൺ ബ്രെഡാണ് കൊടുത്തത്, മാറി. ഞാൻ വൈകിട്ട് പള്ളിയിൽ ചെന്നപ്പോൾ മുസ്ലിയാരെ കണ്ടു. അപ്പോൾ മുസ്ലിയാർ പറഞ്ഞു, എന്താണ് മുസ്ലിയാർ എങ്ങനെ മോഡേൺ ബ്രെഡ് കഴിക്കാതെ മടക്കിയത്, എന്നതിൻ്റെ കാരണം? അത് മറ്റൊന്നുമല്ല, മോഡേൺ ബ്രെഡ് എടപ്പള്ളിയിലാണ്. കൂത്താട്ടുകുളം ബേക്കൺ ഫാക്ടറിയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൽ കൂത്താട്ടുകുളം പിന്നെ പന്നി ഇറച്ചി വിൽക്കുന്ന ബേക്കൺ ഫാക്ടറി. അപ്പോൾ അവിടെ നിന്ന് ലോറി എന്തോ സാധനം കയറ്റി പോകുന്ന ലോറി നേരെ മോഡേൺ ബ്രെഡ് പറമ്പിലേക്കാണ് പോയത്. അപ്പോൾ ബേക്കൺ ഫാക്ടറി ഉണ്ടാക്കുന്ന പന്നി ഉൽപ്പന്നമാണല്ലോ, വേറൊന്നുമല്ലല്ലോ. അപ്പോൾ മോഡേൺ ബ്രെഡാണ്, ഈ എണ്ണ ആവശ്യമാണ്. അപ്പോൾ പന്നി നെയ്യാണോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ടാണ് കഴിക്കാത്തത്. ന്യായമാണല്ലോ, അന്വേഷിക്കണമല്ലോ. പിറ്റേന്ന് രാവിലെ എന്നെ 2 വീലർ ഓടിച്ച് എറണാകുളത്ത് നമ്മൾ എടപ്പള്ളി മോഡേൺ ഫാക്ടറി കയറിയിട്ട് അവിടെ ചീഫ് കെമിസ്റ്റ് എറണാകുളത്തിൽ പയ്യാണ്. എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. പൈസറെ കണ്ട് സംസാരിച്ചാൽ, പൈസറെ ഇങ്ങനൊരു സംഗതി കേൾക്കട്ടില്ല, എന്താണ് സത്യാവസ്ഥ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കൈയും കൂട്ടിപ്പിടിച്ച് പറയാണ്, പൊന്ന് ഷാ സാറേ, നിങ്ങൾക്ക് പന്നി മാത്രമല്ലേ നിഷിദ്ധമുള്ളൂ, ബാക്കി ആടിൻ്റെയും കോഴിയുടെയും കാളയുടെയും ഒക്കെ കഴിക്കാമല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഒരുവിധം നെയ്യും ഞങ്ങൾക്ക് അനുവദനീയമല്ല, ഒരുവിധം മൃഗക്കൊഴുപ്പും ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്തു തോന്നുന്നുണ്ടോ എന്നാൽ തെറ്റിദ്ധാരണ മാറ്റി. അതുപോലെ വെള്ളാപ്പള്ളി മുദ്രാവാക്യങ്ങൾ, ഈ സംഘ് പരിവാർ ഉപദേശിക്കുന്ന മുദ്രാവാക്യങ്ങളുണ്ട്. എന്താണ്? നായാടി മുതൽ നമ്പൂരി വരെയും. വെള്ളാപ്പള്ളി എവിടെ പോയി? അത് ഇപ്പോൾ വെള്ളാപ്പള്ളി പുതിയ മുദ്രാവാക്യം വിളിക്കുന്നു, നായാടി മുതൽ ക്രിസ്ത്യാനി വരെ. നിങ്ങൾ ഇരുട്ടുകൊണ്ട് വോട്ടെടുക്കുന്ന സമുദായത്തിൽ ആകെ 10% ക്രിസ്ത്യാനികളെ കൂട്ടുപിടിച്ച് ഇവിടെ 40-40% വരുന്ന മുസ്ലിം സമുദായത്തെ ഇപ്പം തന്നെ വിഴുങ്ങാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. മറിച്ച് മുസ്ലിം സമുദായം ഞങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയോ ആവശ്യത്തിന് അല്ലാതെയും
പ്രശ്നം ഉണ്ടാക്കുന്നു, അതും ബുദ്ധിയല്ല. നിങ്ങൾ നിങ്ങളുടേതായ പോരായ്കൾ മനസ്സിലാക്കിക്കൊണ്ട് ഒതുങ്ങി ജീവിക്കുക. ഭൂരിപക്ഷ സമുദായം അവരുടെ പോരായ്കൾ മനസ്സിലാക്കി ഒതുങ്ങി ജീവിക്കുക. ഇതാണ് നാട് നല്ലത്. ഈ വെള്ളാപ്പള്ളിയുടെ ഇതൊന്നും വില പോവില്ല എന്ന് പിന്നെ ഈ നായാടി മുതൽ പറഞ്ഞ വലിയ യോഗം ഉണ്ടാക്കി പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടും ഒരു യോഗം പോലും വിളിച്ചു കൂട്ടാൻ വെള്ളാപ്പള്ളിക്ക് സാധിച്ചില്ല. നായന്മാർ പോയില്ല. ഒരു നായന്മാർ ഈ പിന്നെ എന്താണ് ചോൻ വിളിച്ചു കൊടുത്ത അതിലേക്ക് പോകല്ലേ. ഇപ്പം വീണ്ടും പറഞ്ഞില്ല നിങ്ങൾക്ക് വാസ്തവത്തിൽ എന്താണ് സന്യാസി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതെന്നാണ്. ഗുരുദേവൻ്റെ മാതൃക പിന്തുടർന്ന് പോകുന്നവരാണ് ഈഴവ ജനത അല്ലെങ്കിൽ SNDP ജനത. വാസ്തുവിൽ ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞ ഗുരുദേവനെ എൻ്റെ നിങ്ങളുടെ മുൻപിൽ കണ്ണാടി പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞ് ശീലിച്ച ഗുരുദേവൻ്റെ അമ്പലങ്ങളിലും സ്റ്റാച്യുവിലും എല്ലാം കൂറ്റൻ പ്രതിമയാണ്. അമ്പലങ്ങളിലും മറ്റ് റോഡിലുമൊക്കെ കൂറ്റൻ പ്രതിമയാണ്. എവിടെ പോയി? എന്തായിരുന്നു ഗുരുദേവൻ? എന്താകണം ഗുരുദേവൻ? എന്താകാമായിരുന്നു ഗുരുദേവൻ? ആ ഗുരുദേവൻ്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ഈ വെള്ളാപ്പള്ളി നടയെ ചെന്ന അബ്കാരി കോൺട്രാക്ടർ വന്ന് കോടീശ്വരം വന്ന് എല്ലാം നശിപ്പിച്ച് ഒരു ജാതിയായിട്ട് ഈഴോ ജാതിയായിട്ട് ഗുരുദേവനെ കൊണ്ടുവരുന്നു. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഈ സവർണ വിഭാഗത്തിൽ തുടിക്കാൻ പറ്റുന്നുണ്ടോ? ഗുരുദേവൻ എന്താ പറഞ്ഞത്? നിങ്ങൾ തൊഴുമ്പോൾ പ്രതിഷ്ഠയിലേക്ക് പകരം അവിടെ കണ്ണാടി വയ്ക്കണം. അത് നിങ്ങൾ തന്നെ കാണും, പ്രതിബിംബം കാണും. നിങ്ങൾ തന്നെയാണ് ദൈവമുള്ളത്, ഈശ്വരനുള്ളത്. അതാണ് തത്വമസി എന്നൊക്കെ നമ്മൾ ഗുരുദേവ ശബരിമലയെക്കുറിച്ച് കാണുന്നതൊക്കെ. നിന്നിൽ തന്നെ ദൈവമുണ്ടെന്ന് പറയുമ്പോഴേ ഞാൻ നന്നാവണം. അതുപോലെ പറയുമ്പോൾ കോടികൾ മുടിക്കുകയാണ് പ്രതിമ. അപ്പോൾ പാലായിട്ടത്തിൽ പ്രതിമ വച്ചിരിക്കുന്നതുകൊണ്ട് പിക്ചറിലേക്ക് ചേർന്ന ലക്ഷങ്ങൾ വിലയുള്ള മുടക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ഒരാൾ പോളക്കോട് നാരായണ ചേട്ടാണ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞ മനസ്സിൽ വിചാരിച്ചു കാണും, ഗുരുദേവൻ എൻ്റെ മുമ്പിൽ ഇരിക്കുകയും വേണ്ട, എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ മതി എന്നാൽ അവിടെ നിന്നുള്ള പ്രതിമ വെച്ചാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ഇരുന്ന പ്രതിമയാണ്. അതെന്തോ എനിക്കറിയില്ല വർഷങ്ങൾ. അത് വെള്ളാപ്പള്ളിക്ക് എത്ര കിടഞ്ഞ് ഒന്നും ശ്രമിച്ചാലും നിങ്ങളുടെ ആ പിന്നോക്കാവസ്ഥയെ, ആ ജാതിപരമായിട്ടുള്ള ആഡംബരത്തെ മുന്നോക്ക സമുദായം അംഗീകരിക്കുകയോ ഒന്നുകൂടെ കൂടുകയോ പെണ്ണ് കെട്ടിച്ചേരും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും സഹകരിച്ച് പോകുന്ന ഒരു വർഗം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ അതിവിടെ ദളിതുകളും ന്യൂനപക്ഷ സമുദായമാണ്. വെള്ളാപ്പള്ളിയോട് പറയുന്നത്, വെള്ളാപ്പള്ളിയുടെ സമുദായത്തോട് പറയുന്നത്, നിങ്ങൾ ആപത്തിൽ സഹായിക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനമോ സമുദായമോ ജാതിയോ കേരളത്തിലോ ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ദളിതുകളും മുസ്ലിങ്ങളും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുമാണ്. അവർ നിങ്ങൾ മുറുകെ പിടിക്കുക. അങ്ങനെയാണ് KR ഗൗരിയും CH മുഹമ്മദ് സാഹിബും മറ്റേ C കേശവനും R ശങ്കറും പിന്നെ രാഘവൻ വക്കീലൊക്കെ ഉള്ള കാൽ ചെയ്തത്. ഈ വെള്ളാപ്പള്ളി അവർ ഏറ്റതിന് ശേഷമാണ് ഈ സമൂഹത്തെ, ഈഴവ സമുദായം എന്ന് പറയുന്നില്ല, പിന്നെ ഗുരുദേവൻ്റെ അനുയായികൾ എന്ന് പറയാവുള്ളൂ. ഗുരുദേവന് മതമല്ല, ജാതിയില്ലല്ലോ, ജാതി മതമല്ല, എല്ലാം ഒന്നിൽ തന്നെയാണ്. അതിനെ കൊടുന്ന് ഈ സംഘപരിവാറിൻ്റെ കാൽക്കൽ കെട്ടിയത്. എന്താണ് കെട്ടാൻ കാരണം? അയാൾ കോടീശ്വരാണ്, അഴിമതി കൂത്തരങ്ങാണ്, പല മാർഗങ്ങളിലും പല രീതിയിലും കോടികൾ സമ്പാദിച്ചിരിക്കുകയാണ്. ഇതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അകത്ത് കിടക്കണം. ഈ 90 വയസ്സുള്ള കോടീശ്വരൻ അകത്ത് കിടക്കാൻ പറ്റുമോ? അത് വെള്ളാപ്പള്ളി മാത്രമല്ല, അംബേദ്കർ ശിഷ്യൻ പിന്നെ കാൻഷിറാം വളർത്തിയ ഒരു മായാവതി തമ്പുരാട്ടി. ആ തമ്പുരാട്ടി എന്തായത് 5000 കോടി പ്രതിമ ഉണ്ടാക്കി. ആനയുടെയും തമ്പുരാട്ടിയുടെയും പിന്നെ തമ്പുരാൻ്റെയും ഒക്കെ. ആ 5000 കോടി സ്ഥാനത്ത് ഒരു 10-100 മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ, അല്ലെങ്കിൽ ദളിതുകൾക്ക് തന്നെ അവരുടെ വർഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് തന്നെ 10,000 വീട് വെച്ചു കൊടുത്തെങ്കിൽ എന്ത് നന്നായതിന്. ഇതെല്ലാം പ്രതിമ ഉണ്ടാക്കിയ അവസരം സുപ്രീം കേസോ അന്വേഷണമായി ഇപ്പോൾ അത് തകുന്നുണ്ടപ്പോഴേ BJPക്ക് സപ്പോർട്ട് ചെയ്ത് രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് നേരിട്ട് പോട്ടെ. ശത്രുവാണെന്നും പുറത്തറിഞ്ഞ് നമുക്ക് സഹായിക്കാം. ഇത് മിത്ര നിന്നുകൊണ്ട് ശത്രു കാണിച്ചു. അതിന് വഞ്ചന എന്ന് പറഞ്ഞു മലയാളത്തിൽ. അത് ചെയ്താണ് ഈ മായാവതി. എനിക്ക് എൻ്റെ നേതാവായിരുന്നു. ഇപ്പം എനിക്ക് ഒരു വിലയില്ലെന്ന് മാത്രം ഞാൻ വെറുക്കാണ്. ഐ ഹേറ്റ് ഹെർ എന്നുവെച്ചാൽ അത്ര കണ്ട് മോശമായിട്ട്. കാൻഷാം ചെയ്ത യുക്തിയുണ്ട്, അംബേദ്കർ ചെയ്ത യുക്തിയുണ്ട്, അതിൽ സഹാനുഭൂതിയുണ്ട്, സഹാനുകമ്പയുണ്ട്. പക്ഷെ മായാവതി അവസാനം കളഞ്ഞ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാൽ തന്നെ. അദ്ദേഹത്തിന് ഒരു ബന്ധു പയ്യൻ വന്ന് മിടുക്കൻ വന്ന് ഒറ്റ പരിപാടിയിൽ പങ്കെടുത്തുള്ളൂ. പിറ്റേന്ന് തന്നെ അവർ ആ സ്ഥാനത്ത് മാറ്റി. കാരണം സംഘപരിവാരം എതിരായി പോയത്. അതാണ് മായാവതി. അപ്പോൾ വെള്ളാപ്പള്ളി മനസ്സിലാക്കേണ്ട കാര്യം,
നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ സഭാ നേതൃത്വത്തോടും വെള്ളാപ്പള്ളിയോടും പറയുന്നത് മൊയ്തീൻ ഷാ പറയുന്നു. മൊയ്തീൻ ഷാ സീനിയർ മോസ്റ്റ്, ഇനി എത്ര കാലം ഉണ്ടാവും? പല പല പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും ഉപദേശിക്കാൻ എല്ലാവരും എപ്പോഴും ഉണ്ടായിരിക്കില്ല. കാരണം പറയാനുള്ള വിവരം ഉണ്ടാകണം, അത് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ടാകണം, ആത്മാർത്ഥത ഉണ്ടാകണം. എല്ലാവർക്കും ഉണ്ടാവും. ചിലർക്ക് വിവരം ഉണ്ടാവും, ചിലപ്പോൾ ആത്മാർത്ഥത ഉണ്ടാവില്ല, ചിലർക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ടാവില്ല. ഇതെല്ലാം ഏതാണ്ട് ഒത്തു കിട്ടിയ ഒരാളാണ് ഞാൻ. ഏതാണ്ടല്ല, എല്ലാം ഒന്നുമല്ല. അപ്പോൾ നിങ്ങളെപ്പോഴൊക്കെ സംഭവിക്കാൻ പോകുന്നത്, ഈ സഭാ നേതൃത്വം മനസ്സിലാക്കുന്നത്, നിങ്ങളെപ്പോഴൊക്കും വെള്ളാപ്പള്ളിപ്പോഴൊക്കും സംഭവിക്കാൻ പോകുന്നത്, പെരിച്ചാഴി എന്നൊരു വർഗ്ഗമുണ്ട്. അത് ഈ എലിയിൽ വലിയ തോരപ്പൻ എലി എന്ന് പറയും. അത് ഈ പാടത്തൊക്കെ നെല്ല് കതിർ കൊണ്ടുവന്ന് മുറിച്ച് കൊണ്ടുപോയി അവിടെ മാളത്തിൽ വയ്ക്കും. മാളം എന്ന് പറഞ്ഞാൽ അത് താമസിക്കുന്ന പൊത്ത്. ഉള്ളാട് എന്നൊരു വർഗ്ഗമുണ്ട്, പെരിച്ചാഴി തിന്നുന്ന. ഉള്ളാട് വരുമ്പോൾ ഇങ്ങനെ ചപ്പ് വെച്ചോ അടച്ചുകൊണ്ട് പുക കൊടുക്കും. ചോന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ നെല്ലും എടുക്കും, ഉള്ളാടിനും തിന്നും. അപ്പോൾ ഉള്ളാടിന് പെരിച്ചാഴി തിന്നും. അപ്പം നിങ്ങൾ കൂട്ടിയ സമ്പത്ത് സഭയ്ക്ക് ഏതാണ്? ഈ ഇന്ത്യ മഹാരാജ്യത്തെ സഭയ്ക്ക് 20 കോടി ലക്ഷം ഏക്കർ ഭൂമിയുടെ ഉടമയാണ്. കത്തോലിക്ക സഭയുടെ മാത്രമേ പറഞ്ഞത്, ബാക്കിയതല്ല. ഇത് നമ്മൾ അസൂയന് പറഞ്ഞല്ല. ഞങ്ങളിതൊന്നും മിണ്ടായിരുന്ന ഇത്രയും കാര്യം, ഇത് ഞങ്ങൾക്ക് പണ്ടറിയാം. പക്ഷെ ഇപ്പം സഭ കയറി സമുദായത്തെ അങ്ങടെ വല്ലാതെ പൊട്ടാണ്. ഒരു ക്രിസിങ്കിയും പിന്നെ കാസയും പൂസയൊക്കെ ചെന്ന് അങ്ങനെയൊന്നും പൊട്ടേണ്ട കാര്യമില്ല. ക്രിസിങ്കിയിൽ ഈ കാസ സഭാ നേതൃത്വമേ, ഞങ്ങളുടെ സമുദായത്തിൽ കുറേ പേര് മണ്ടന്മാരായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ബുദ്ധിജീവികളുണ്ട്, ചിന്തിക്കുന്നവരുണ്ട്, ദീർഘവീക്ഷമുള്ളവരുണ്ട്, തത്വജ്ഞാനികളുണ്ട്, പിന്നെ സയൻറ്റിസ്റ്റുകളുണ്ട്, മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇനി ഞങ്ങൾക്കിത് പോരാ എങ്കിൽ ഞങ്ങൾ മറ്റ് സമുദായത്തെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളിപ്പോഴുള്ളൊരു ശക്തമായ ടീമിൽ തന്നെ വളർത്തിയിട്ടുണ്ട്. ഞാനൊക്കെ വയോവൃദ്ധനായി, ഇത്ര കാലമുണ്ട്. പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഒരു മൊയ്തീൻ ഷാ പോയാൽ ആയിരക്കണക്കിന് മൊയ്തീൻ ഷാമാരെ ഞങ്ങൾ വളർത്തിയിട്ടുണ്ട് നിശബ്ദമായിട്ട്. ഈ ആശയങ്ങൾ, അത് അംബേദ്കറിസമാകാം, മുഹമ്മദീയ ഇസ്ലാമിസമായിരിക്കാം, എന്തോ ആകട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചിന്തിക്കുന്ന, യാതൊരു പ്രതിഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് മൊയ്തീൻ ഷാമാരെ ഞങ്ങൾ വളർത്തിയിട്ട് കഴിഞ്ഞ 50 വർഷം കൊണ്ട്. അവിടെ എല്ലാം നമ്മൾ പറയുന്നത്, നിങ്ങൾ മനുഷ്യ നന്മയായിരിക്കണം. നിങ്ങൾ ഒരിക്കലും മറ്റാൾക്കൊരു മോശമായി ചിന്തിക്കാൻ പോലും പാടില്ല. പിന്നെയല്ലേ പ്രവൃത്തി. നിങ്ങൾ ചെയ്യുന്ന മനുഷ്യ നന്മ അതാണ്. അവരൊന്നും ഒരിക്കലും സമൂഹത്തിൽ ബാധ്യമാവില്ല, ഭാരമാവില്ല. രാജ്യത്തിന് മാതൃകയായിരിക്കും, രാജ്യത്തിന് മോശമാവില്ല. അതാണ് സംഗതി. ഇപ്പം ഇത് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു BJP നേതാവ് പറഞ്ഞു, കേരളത്തിൽ ചർച്ച ചെയ്തപ്പോൾ കൊച്ചു പാകിസ്ഥാന് കേരളം. പണ്ട് മലപ്പുറം കൊച്ചു പാകിസ്ഥാൻ, ഇപ്പോൾ കേരളം കൊച്ചു പാകിസ്ഥാൻ. പ്രൊമോഷൻ ഉണ്ട്, ഇപ്പോൾ പ്രോഗ്രസീവ് ഉണ്ട്. പണ്ട് മലപ്പുറത്തെയാണ് കൊച്ചു പാകിസ്ഥാൻ, ഇപ്പോൾ കേരളത്തിൽ മൊത്തം കൊച്ചു പാകിസ്ഥാനായി എന്നാണ് ചിത്രീകരിക്കുന്നത്. അതിനൊരു വശമുണ്ട്. എൻ്റെ കോൺഗ്രസ് നേതാക്കളെ, ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ UDFന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ട് UDFിലോ UDFിൻ്റെ ഘടകകക്ഷികളോടോ ഞങ്ങൾക്ക് പരിധിക്കുള്ളി എതിർക്കാനും പാടില്ല. പക്ഷേ എങ്കിലും പഠിക്കുന്ന കുത്തി അധ്യാപകൻ തല്ലും, അതിനർത്ഥം അധ്യാപകന് സ്നേഹമില്ല എന്നല്ല. അതുപോലെ UDFിലെ കോൺഗ്രസ് ക്ഷീണം, തെറ്റ് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അവർ കൂടുതൽ ആപത്തിലേക്ക് പോകും. അപ്പോൾ ഈ സഖാക്കളെ കൊണ്ടും ഈ BJP നേതാക്കളെ കൊണ്ടും ഈ മഹാരാഷ്ട്ര മന്ത്രി കൊണ്ടൊക്കെ ഇത് പറയിപ്പിക്കാനുള്ള ഒരു വാതിൽ തുറന്നു കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇവിടുത്തെ മുസ്ലിം ലീഗാണ്. അത് പറയാതിരിക്കാൻ വയ്യ. എങ്ങനെയാണത് പറയാൻ കാരണം, 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന, എല്ലാവരും കോൺഗ്രസിനെ അടുക്കി വാഴുന്ന ഈ സോണിയ പുത്രന്മാരും പുത്രിയും മുസ്ലിം ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ കിടക്കുന്ന, കാലിൻ്റെ ഇട എന്ന് പറയുമ്പോൾ അത് തെറ്റായ വാക്കാണ്, കാലിൻ്റെ അടിയിൽ കിടക്കുന്ന ആ വയനാട് നിന്ന് മത്സരിച്ച് പാർലമെൻറ്റിൽ എത്തിയത് തെറ്റാണ് എന്ന് ഞങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു. എത്ര പ്രാവശ്യം. ഒരു പ്രാവശ്യം മത്സരിച്ച് പോട്ടെ, ആ ഒരു പ്രാവശ്യം വയനാട് നിന്ന് മത്സരിച്ചിട്ട് എന്താണ് BJP ചെയ്തെന്നറിയോ? വടക്കേ ഇന്ത്യയിൽ വീടാന്തരം വ്യക്താന്തരം എന്നാലും വ്യക്തി തന്നെ ഇത് പ്രചരണം നടത്താണ്. ഇവിടെ ഈ കൊച്ചു പാകിസ്ഥാൻ പ്രചരണം നടത്തേണ്ട വലിയ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാണ് അവർ UP പറ്റില്ല. ബാക്കി ഒരു മുസ്ലിം രാഷ്ട്രവും ഇന്ത്യയെ ആക്രമിക്കാൻ വരില്ലെന്ന് ഇവിടുത്തെ സംഘപരിവാറിന് 100% ഉറപ്പുണ്ട്. പിന്നെ വരാൻ പോകുന്നത് സഭാ നേതൃത്വം നയിക്കുന്ന സഭയുടെ ആൾക്കാർ ഉൾക്കൊള്ളുന്ന ക്രിസ്തീയ രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ക്രിസ്തീയ രാജ്യങ്ങൾ, ക്രിസ്തീയ സഭയോ സംഘപരിവാർ വിശ്വസിക്കില്ല.
ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാതെ അന്ധമായ വിരോധം കൊണ്ടും മുസ്ലിം സമുദായം പ്രത്യേക കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ചെറിയൊരു മാറ്റം വന്നപ്പോൾ അത് സഹിക്കാൻ പറ്റാതെ അസൂയാലുക്കൾ എന്ന നിലയിൽ അസൂയയുടെ പേരിൽ എന്തിനാ അങ്ങനെ നിങ്ങൾ മുഖ്യ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെറിയ ശത്രുവിനെ കൂട്ടുപിടിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ ചെറിയ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി മുഖ്യ ശത്രുവിനെ കൂട്ടുപിടിക്കുന്നത്? ഇതൊക്കെ ഫിലോസഫിയാണ് സഭാ നേതൃത്വമേ. എനിക്ക് സഭയുടെ സഭാ നേതൃത്വം ഒരു പിണക്കുമില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൽ എനിക്ക് ഒരു അകൽച്ചയില്ല, ഒരു അസൂയയില്ല. കാരണം മറ്റ് പല നേലുകൊണ്ടും ക്രിസ്ത്യൻ സമുദായത്തിൽ നമ്മൾ അടുപ്പമുള്ളതാണ്. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തിലും കാണുമ്പോഴേ ഇത് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യത്തോടും പറയുന്നത്. ഈ സഭയെ ഇപ്പോൾ പറയുന്ന അതേ കുറ്റപ്പെടുത്തൽ അതുതന്നെയാണ് നമ്മൾ മുസ്ലിം ലീഗോട് ഈക്വൽ എതിർപ്പുണ്ടോ എന്നുകൊണ്ട് ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ വർഗം തന്നെയല്ലേ. പക്ഷെ പറയുന്ന നാശത്തിലേക്ക് ഒരു ഉപദേശം കൊടുക്കുകയാണ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആ മുന്നറിയിപ്പ് എന്താണ്? ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറ്റി ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റിയിൽ നിന്ന് അതുപോലെ പേര് മാറ്റി രാഷ്ട്രീയമായിട്ടും ആത്മീയതയായിട്ട് നിൽക്കണം. ഇത് രണ്ടും ചെയ്യാതെ മുസ്ലിം സമുദായത്തിൽ ചില നേതാക്കൾ ചില മൗലവിമാർ രണ്ടും കൂട്ടിക്കൊഴിച്ച് ഒരുമിച്ച് നടത്തിയിട്ട് രണ്ടും നശിക്കണം. ഇനി എന്താ നശിക്കാനുള്ളത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത് 100 വർഷം കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അധപതിച്ചില്ലേ? അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ 3ാമത്തെ രാഷ്ട്രീയ പാർട്ടി കണ്ടില്ലേ? 2 അല്ലെങ്കിൽ 3. എന്ന ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? UP-യിൽ മത്സരിക്കാൻ പോയില്ലോ, എത്ര കിട്ടി? 140 സീറ്റ് വോട്ട്. 3-4 ഇൻ്റർനാഷണൽ നേതാക്കൾ കാവ്യ ഉടുപ്പൊക്കെ ഇട്ട് UP-യിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ കുറേ സീറ്റിൽ മത്സരിച്ച് വോട്ട് കിട്ടി 140 വോട്ട്. അതൊക്കെ എന്നാലും മരിക്കല്ലേ? അങ്ങനെ ലാസ്റ്റ് പോയി എന്താ മത്സരം കൊടുക്കുക? മത്സരിച്ചില്ലെങ്കിൽ ഇല്ലെന്നുള്ളൂ. ഇത് മത്സരം മണക്കണം. അതുപോലെ ഒരു നാണക്കേടാണ് കോൺഗ്രസ് ചെയ്തത്. എന്താണ്? 540 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അവിടെ നിന്ന് ജയിക്കാൻ പൂർണ്ണ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്നുള്ള വയനാട് മത്സരിച്ച് എന്ന് രേഖാമൂലം തെളിയിച്ചില്ലേ? പിന്നെ നിങ്ങൾ സംഘപരിവാറിനെ വായിക്കുമോ? നിങ്ങൾ ഇത്രയും കപ്പാസിറ്റി ഉള്ളവർ മനസ്സിലാക്കിയില്ലേ? അത് ഇവിടുത്തെ സഭ പറഞ്ഞ പോലെ സഭയൊക്കെ വലിയ പൊതിക്കട്ടെ എന്ന് എല്ലാം തികഞ്ഞവരാണ്. ഒരു 10-25% ഉണ്ട് എന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്ക്. ഭയം അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റായി. ഇപ്പം സത്യമല്ല 80-20 കേസിൽ അവർ ഇത്ര ഉള്ളത് മനസ്സിലായി. ഒരു ജോർജൊക്കെ ദിവസം പറയുകയാണ് ഞങ്ങൾ 15% ഉള്ളൂ, അതിൽ 6% കൺവെർട്ട് ക്രിസ്ത്യാണ്, ബാക്കി 9% ഉള്ളത് നിരന്തരം പറയാണ്. അത് കേൾക്കുമ്പോൾ ആൾക്കാരല്ല ഇത്ര ഉള്ളത്. എടോ, എവിടെ ശക്തിയുണ്ട് അവിടെ അംഗീകാരമുണ്ട്. ശക്തി ഉണ്ടെങ്കിൽ അംഗീകരിക്കുള്ളൂ. അല്ല അവന് എത്ര നല്ലവരായിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ശക്തിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇട്ടോടിയടിക്കും. ഇപ്പോൾ ക്രിസ്ത്യൻ സഭ കേരളത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. നിങ്ങളുടെ കഴിവേടും നിങ്ങളുടെ ശക്തി കുറവും മനസ്സിലാക്കി ജനം, പ്രത്യേക സംഘപരിവാർ തന്നെയല്ല ഇനി വരാൻ പോകുന്ന അനേക്കൊള്ളി ആപത്തിലേക്കാണ്. ഞാൻ മെരിച്ചായിട്ട് കാര്യം പറയും പോലെയാണ്. ഈ 20 കോടി ഏക്കർ സ്ഥലവും 20 കോടി ലക്ഷം ഏക്കർ സ്ഥലവും നിങ്ങൾ വസ്തുവകളെല്ലാം സർക്കാർ ഒരു രീതിയിലും മറ്റു രീതിയിലും കണ്ടുകെട്ടും. അതെല്ലാം ഫയൽ ശരിയാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളിപ്പോഴും ഉറങ്ങിക്കിടക്കുന്നതിന് വിളിച്ചു നോക്കാൻ പ്രയാസമില്ല. പക്ഷെ ഉറക്കം അഭിനയിച്ചാലും എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഉറക്കം അഭിനയിച്ച് കിടക്കുകയാണ്. ഇത് തന്നെയാണ് മുസ്ലിം സമുദായത്തിൽ പണമുള്ളവൻ്റെ കാര്യമുള്ളൂ, പാവപ്പെട്ട കാര്യം പറ്റാത്തകളെ. പണമുള്ളവർ ഇപ്പോഴും അലസതയിലാണ്. 2 കാര്യമാണ്, 3 തരമാണ് മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലുള്ളത്. ഒന്ന് ദരിദ്രർ, അവർ നിരാശരായി അവർ ചിന്തിക്കില്ല. മറ്റൊരു സമ്പത്ത് കൂടി അവർ അലസരായി അവന് ചിന്തമില്ല. പിന്നെ ഞങ്ങളെപ്പോലെ പണക്കാരാണോ അല്ല, എന്നാൽ തെണ്ടില്ല. ആ ഞങ്ങളെപ്പോലെ കുറേ പേരാണ് ഈ ചിന്തിക്കുന്നത്. അവർക്ക് ചിന്തിക്കാനുള്ള അവസരമുണ്ട്, മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ അവസരമില്ല. ഒരു പാർട്ടി നിരാശ വന്നിട്ട് ചിന്ത പോയി, മറ്റു പാർട്ടി പണം കൂടി അലസ ഒരു ചിന്ത പോയി. എന്താ കാര്യം? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു അബ്ദുൽ അസീസ് ഇന്ന് ട്രിവാൻഡ്രം ജില്ലയിൽ 2000-3000 കോടി സ്വത്തുള്ള ആൾ കത്തിക്കരഞ്ഞ് ചാരമായി. കൊന്നതാണോ സ്വയം മരിച്ചാണെന്ന് അറിയില്ല. എന്തോ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ തുടങ്ങി അവിടെ ഇവിടെ സ്ഥലം വാങ്ങിച്ച് ട്രിവാൻഡ്രത്ത് കേശുദാസപുരത്ത് 3 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ എത്ര കോടിയുള്ളത്? അതിൽ 10-3000 കോടി സ്വത്തായത് കത്തിക്കരിഞ്ഞു പോയി. കാരണം പണം അവിടെ വന്നുകൂടിയുള്ള ചിന്ത മരവിച്ച് പിന്നെ സൂഹിക്കണം അല്ലെങ്കിൽ പേരെടുക്കണം എന്നുള്ളത്. കൗണ്ട് 10 ബിഫോർ ആക്ഷൻ എന്നൊരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലുണ്ട്. സഭാ നേതൃത്വത്തോട് പറയാണ്, വെള്ളാപ്പിലോട് പറയാണ്. അത് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി 10 വരെ എണ്ണണമെന്ന് എന്നുവെച്ചാൽ ആലോചിച്ച് ചെയ്യാവോ? ഇയാൾക്ക് ഒന്നും ആലോചിക്കുക, ഗൾഫിൽ നിന്ന് അങ്ങനെ കട്ടോ പിടിച്ചോ എങ്ങനെ പണം കൊണ്ടുവന്ന് ഇവിടെ കൂടെ തോന്നിയ എല്ലാം പണം പിടിക്കും. ഇപ്പോൾ വിറ്റ് പോകുന്നുണ്ടോ? ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ കേരള ഗവൺമെൻറ് പറയുകയാണ്, അത് മറ്റൊന്നുമില്ല. വയനാട് അപകടത്തിൽ വീട് വെച്ച് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ
ഇൻ്റർനാഷണൽ എയർപോർട്ടായ കൊച്ചി എയർപോർട്ടിനടുത്ത് ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ 50 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. ഒരു സൈഡ് പുഴയാണ്, ഒരു സൈഡ് ഹൈവേ ആണ്, നല്ല റോഡ്. അത് 2 ലക്ഷത്തിൽ താഴെയാണ് വില പറയുന്നത്. ആ 50 ഏക്കർ സ്ഥലം എടുത്തതാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും എറണാകുളത്തൊക്കെ ജോലി ജീവിക്കുകയും ചെയ്യാം. ഇനിയൊരു വെള്ളപ്പൊക്കം ഉടനെ വരുമെന്ന് പേടിക്കുകയും വേണ്ട. വയനാട്ടിലുള്ള പോലെ ഉരുളപൊട്ടൊന്നും എറണാകുളത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നാണ്. വെള്ളം ചിലപ്പോൾ വന്നേക്കാം എന്നാണ് കണക്കുകൂട്ടൽ. വേണമെങ്കിൽ ധാരണയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് പറയണം. അപ്പം അങ്ങനെ ഈ അസീസ് സ്ഥലം വാങ്ങിച്ചത് ഇപ്പോൾ കത്തിക്കഴിഞ്ഞ് ചാരായിപ്പോയി. അധികം പ്രായത്തിൽ 50 വയസ്സ് പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ പണം കൊടുക്കുന്നൂടെ പിന്നെ ചിന്തയില്ല. പിന്നെ എന്താണ്, അലസനാവും, ചിന്ത ഉണ്ടാവില്ല. അങ്ങനെയുള്ള വർക്കാണ് ഞങ്ങളുടെ ആൾക്കാർ. ഇത് തന്നെ സഭയും സുഖലോലും വന്നിട്ടുണ്ടോ, കുട്ടികളെ പ്രസവിക്കാനോ വിവാഹം കഴിക്കാനോ അതൊന്നും അതില്ല. എന്താ ഇത്ര ബുദ്ധിയുള്ള ഇൻ്റർനാഷണൽ തിങ്കർക്ക് എന്ന് പറയുന്ന സഭ? കഴിഞ്ഞ 50 വർഷമായിട്ട് നിങ്ങൾ ജനസംഖ്യ ഇങ്ങനെ കുറഞ്ഞ് പോകാണ് എന്നുള്ള ഇങ്ങനെ ഒരു സൂചന നിങ്ങൾക്ക് അതിൽ തന്നില്ലേ? ഞാനൊരു 5-8 വർഷം മുമ്പ് ലേഖനം തന്നെ എഴുതിയിട്ടായി. ഞാൻ ദീപിയെ പോയി ആ ലേഖനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇതാണ്. അങ്ങനെ കുറഞ്ഞു പോകുന്നുള്ളൂ. 5-8 വർഷം മുമ്പാണ്, കൊറോണയ്ക്ക് മുമ്പാണ്. അപ്പോൾ എന്നോട് ദീപികയിലെ പ്രധാന ആൾ ചോദിച്ചു, ഷാക്കിൻ്റെ ഇതിൽ പ്രത്യേക താല്പര്യം. നമ്മൾ സഹോദര സമുദായമാണ് ക്രിസ്ത്യാനിന്നോട്. അവർ കുറയുന്നു, അവർ മാത്രം ആരും ഒരു പരിധിയിൽ കൂടുതൽ കുറയുന്നത് അപകടമാണ്, അവർ പരിധിയിൽ കൂടുതൽ കൂടുന്നതും അപകടമാണ്. അതുകൊണ്ടാണ് ഇപ്പം കണ്ടില്ലേ, ഇനി എത്ര കാലം വന്നാൽ നിങ്ങൾക്ക് ഒപ്പം എത്താൻ പറ്റില്ല, ഒപ്പം എത്താൻ പറ്റില്ല. അങ്ങനെ അലസനായിപ്പോയി. കാരണം സുഖലോലുപത വന്ന് പണത്തിന് പണം, പെണ്ണിന് പെണ്ണ്, മദ്യത്തിന് മദ്യം, എല്ലാം എനിക്കത് AC ജീവിതം, കോടികളുടെ വരുമാനം, അങ്ങനെ സുഖിച്ചു വന്നോടി എല്ലാം മറന്ന് അലസനായിപ്പോയി. അതാണ് മണ്ടത്തരം. അത് ഞാൻ കൂടുതലൊന്നും പറയുന്നത്, ഞാൻ സഭയെ കുറ്റപ്പെടുത്തല്ല, നാശത്തിലേക്ക് പോരുത്. കോൺഗ്രസിനോട് പറഞ്ഞാൽ വാസ്തവത്തിൽ വയനാട്ടിൽ നിന്ന് മത്സരിച്ചതിൻ്റെ ഒരു കാരണം, പല കാരണമുണ്ട് സംഘപരിവാറിന് വിജയിക്കാൻ. ഒരു പ്രധാന കാരണം അതല്ലേ, അന്ന് ഏതെങ്കിലും കോൺഗ്രസ്സിൽ ഒരു രാഷ്ട്രമീമാംസകനോ അല്ലെ ഒരു ബുദ്ധിജീവിയോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും കരുണാകരൻ ഉണ്ടായിരുന്നു സമ്മതിക്കില്ല. അദ്ദേഹം നിങ്ങൾ വലിയ ഡിഗ്രി ഉള്ള ആളല്ല, എങ്കിലും കുറച്ച് ബോധമുണ്ട്. എന്താണ് TH മുസ്താ സാഹിബ് അധികം വലിയ ഡിഗ്രി ഉള്ള ആളാണ് അല്ല, എങ്കിൽ അവർക്കൊരു സാമാന്യ ബോധമുണ്ട്, സാമാന്യ അറിവുണ്ട്, ജനറൽ നോളജ് ഉണ്ട്. അത് സമ്മതിക്കില്ല. ഇത് ഈ മണ്ടമ്മ ലീഗരും ഈ പിന്നെ KC വേണുഗോപാലും ഒക്കെ സമ്മതിച്ചു. തമ്പുരാട്ടി വന്നോ, നിങ്ങൾ ഇവിടെ വന്ന് ജയിച്ചു, ശരിയായ സംശയമൊന്നുമില്ല. പക്ഷെ അതിന് കൊടുത്ത വില എന്താണെന്നുള്ളത് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേരളത്തിൽ പോലും കൊച്ചു പാകിസ്ഥാൻ, മലപ്പുറം പറഞ്ഞ കൊച്ചു പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ കേരളം കൊച്ചു പാകിസ്ഥാനായി. അതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കറിയോ, വലിയ ആപത്തിലേക്കോ അപകടത്തിലേക്കാണ്. ഇതൊന്നും കാണാനുള്ള കോൺഗ്രസിനോ ലീഗിനോ ഇല്ല. അവർക്ക് എന്തെങ്കിലും പണം ഉണ്ടാക്കണം. ഇലക്ഷൻ തോറ്റാലും കാശാണ്, ജയിച്ചാലും കാശാണ്. ഈ ആന ചരിഞ്ഞാലും പന്തീരായിരം, നിന്നാലും പന്തീരായിരം എന്ന് പറയുമ്പോൾ ആന ചത്താലും ആന കൊമ്പ് കിട്ടി കോടികൾ കിട്ടും. അപ്പോൾ അതുപോലെ ജീവിച്ചാലും കിട്ടും. അതുപോലെയാണ് കോൺഗ്രസ് സംബന്ധിച്ച്, ലീഗിനെ സംബന്ധിച്ചതാണ് ഇലക്ഷൻ മത്സരിച്ചാലും അവർക്ക് കാശ്, തോറ്റാലും കാശ്, ജയിച്ചാലും കാശ്. പാവപ്പെട്ട ഒരു വിഭാഗം ജനതയുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ. അവരൊക്കെ അവസ്ഥ അത് ക്ലിയറല്ല. അത് അറിയണമെങ്കിൽ ലീഗുകാർ ഒരു ദിവസം ഒരു 5-8 വർഷം മുൻപ് എറണാകുളം പട്ടണത്തിലെ TD റോഡ് വഴി, മാർക്കറ്റ് റോഡ് വഴി ജാഥ പോയി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സമ്മേളനത്തെ കുറേയധികം ആൾക്കാർ. അതിൽ 90% ആൾ വെറും പാവങ്ങളും നിരപരാധികളാണ്. ഒരു 10% എന്തെങ്കിലും ബാക്കിയല്ല ഇന്നും തെണ്ടി നീക്കാണ്. അവരിൽ വോട്ട് വാങ്ങിച്ച് മതത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ സമ്പാദിച്ച് സൂഹിക്കുന്നല്ലാതെ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്തു? നിങ്ങളെ പേര് മാറ്റണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പകരം ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്ന്. അത് ഞാൻ ആ പേരുകളിൽ പറഞ്ഞു കൊടുത്ത് 10-25-30 വർഷം മുമ്പ് തങ്ങൾക്ക് അയച്ചിട്ട് കോപ്പി എൻ്റെ കയ്യിലുണ്ട്, കൊടുത്ത്. പിന്നീട് ആത്മീയമായിട്ട് കാണണം, രാഷ്ട്രീയമായിട്ട് രണ്ട് കൂട്ടിക്കൊടുക്കരുത്. കോൺഗ്രസ് സംബന്ധിച്ച് നിങ്ങൾ തീരുമാനം എടുക്കണം. 40 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സുള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ കൊടുക്കാവൂ. അത് 2 പ്രാവശ്യം ജയിച്ച ആൾക്ക് മത്സരം ഇത്രാവശ്യം മത്സരിക്കട്ടെ, 2 പ്രാവശ്യം ജയിച്ചവർക്ക് പിന്നെ 3ാമത് ചാൻസ് കൊടുക്കരുത്. ഇങ്ങനെ ചില ധാരങ്ങളെ ചെയ്തില്ലെങ്കിൽ, ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സോണിയ കോൺഗ്രസ്, എന്ത് കത്തോലിക്ക കോൺഗ്രസ് ആണെങ്കിലും നിങ്ങൾ നശിച്ച് താഴോട്ട് പോകും. സംഘപരിവാർ ഒരു പരിധിയിൽ കൂടുതൽ വിജയിച്ചു വരും. അതൊക്കെ വലിയ അരക്ഷാവസ്ഥയും ഉണ്ട്. അപ്പോൾ RSS ചില നേതാക്കൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അത് പറഞ്ഞാൽ ഇത്രയും കാലം പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞാൽ സമ്മതിക്കുമോ? അത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഇത് ഏതുപോലെ നിർത്താണ്. ഒരു ചൈനീസ് പഴഞ്ചൊല്ലുണ്ട്, അമ്മയെ ബഹുമാനിക്കാത്ത, അമ്മയെ അനുസരിക്കാത്ത, അമ്മയെ എപ്പോഴും തല്ലുന്ന ഒരു ആട്ടിയുടെ മകനാണ്. അമ്മ എവിടെ വെച്ച് കാണാൻ തല്ലാൻ ഓടിക്കും. അവരൊരു വടി, ആട്ടിനെ ഒരു വടി
ഉണ്ടല്ലോ, ഒരു ദിവസം തള്ളയാടിൻ്റെ മുല കുഞ്ഞ് കുടിക്കാണ്ടപ്പോൾ സ്നേഹം തോന്നി, അമ്മയായിട്ട് സ്നേഹിക്കുന്നത് ഇതുപോലെ എന്ന് പറഞ്ഞ് മകൻ വടിയായിട്ട് മകൻ ഓടിപ്പോകണം അമ്മയടുത്തേക്ക്. അപ്പോൾ കയ്യിലുള്ള വടിയുണ്ട്. അപ്പോൾ പതിവ് പോലെ അമ്മയെ തല്ലാനാണെന്ന് വെച്ചാൽ അമ്മയെ ഓടി 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 രണ്ടുപേരും ഓടി ഓടി ഒരു കായലിലേക്കോ പുഴയിലേക്കോ വീണ് രണ്ടും ചത്തുപോയി. അപ്പോൾ വാസ്തവത്തിൽ അപ്പോൾ അവർ ഓടിയത് തല്ലാനല്ല, പക്ഷെ ആദ്യം എന്ത് പറഞ്ഞു അതാണ് ഇപ്പോഴും ബാധിക്കുള്ളൂ. മനസ്സിലായില്ല നിങ്ങൾക്ക്? അതുപോലെ RSS ആദ്യം എന്താ പറഞ്ഞാൽ മുസ്ലിം വിരോധം, ക്രിസ്ത്യൻ വിരോധം, പിന്നോക്ക ഹിന്ദു വിരോധം, കമ്മ്യൂണിസ്റ്റ് വിരോധം, ഇതെല്ലാം പറഞ്ഞാണ് ശാഖയത് പഠിപ്പിക്കുന്ന 3 വയസ്സായ കുട്ടികൾക്ക് പോലും. അങ്ങനെ മത്സരിച്ച് വന്നപ്പോൾ ഇപ്പം അതേ അങ്ങനെ എതിർക്കല്ലേ, പള്ളിയിൽ വിളിക്കാൻ നോക്കല്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മനഃശാസ്ത്രം അറിയുന്ന ഏതെങ്കിലും മനഃശാസ്ത്രം ചോദിച്ചു നോക്ക്. അങ്ങനെ പറ്റുമോ? പറ്റില്ല. അതുപോലെ ഇന്നിപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം ന്യൂനപക്ഷ വർഗീയതയും ജമാഅത്ത് ഇസ്ലാമിക്ക് കുറ്റം വന്നിട്ടുണ്ടല്ലോ. എൻ്റെ പറഞ്ഞ് ഒരു വിഭാഗത്തെ നശിപ്പിക്കണം, വളർത്താൽ വളരാൻ പോലും അവസരിക്കാൻ പാടില്ല, കാണാൻ പാടില്ല, തൊട്ടുകൂടായ്മ പറഞ്ഞ് സഖാക്കൾ പാർട്ടിയിൽ പോലും ഒരു രാഷ്ട്രമീമാംസ ഇല്ലേ? ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾ ഗ്രൂപ്പ് ചോദിക്കുകയാണ്. ഇവിടെ വർഗീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ മഹാരാജ്യം ഭരണം തൊട്ട് 10 വർഷം കഴിഞ്ഞ് 14 വർഷമാകുന്നു. എന്നിട്ട് നിങ്ങൾ ഈ ന്യൂനപക്ഷ വർഗീയതയാണ് എന്ന് പറയുമ്പോൾ വിഡ്ഢി കോമരങ്ങളെ, നിങ്ങൾക്ക് ചാട്ടവർ അടിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? അത് കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, ചില കോൺഗ്രസ്സുകാരും പറയും, മറ്റു ചില പുണ്യവാളന്മാരും പറയും, ഹിന്ദു വർഗീയത പറഞ്ഞാൽ ഒപ്പം തന്നെ മുസ്ലിം വർഗീയതും വേണം. അതെന്താ EMS എന്ന് പറഞ്ഞ കാലത്ത് പറയാം, അന്ന് കോൺഗ്രസ് ഭരിക്കുന്നത്, അവനീ പറയാം 2 വർഗീയത വേറെയാണ്. ഇത് ഒരു വർഗീയത രാജ്യം ഭരിക്കുകയാണ് ഏകപക്ഷീയമായിട്ട്. എന്നിട്ട് വേണം ന്യൂനപക്ഷ വർഗീയതയാണ് ഇവിടെ ആപത്ത് എന്ന് പറയുമ്പോൾ നീ അത് പറയുന്ന ആൾക്കാർ നാവ് പിഴുതെടുക്കണം. മനുസ്മൃതി പറയും പോലെ ഒരുക്കി ഒഴിക്കണം ചെവിയിൽ, അക്ഷരം പഠിക്കാൻ ശ്രമിക്കുന്നവർ വേദം കേൾക്കുന്നവർ ചെവിയിൽ ഒരുക്കി ഒഴിക്കണം, അത് ചെല്ലുന്നവർ നാക്ക് വിഴുന്നു പറയും പോലെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നാക്ക് നീട്ടി മുറിച്ച് കളയണട്ടെ. അത്ര വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇത് പറയാൻ ആരെങ്കിലും ഉണ്ടോ ധൈര്യമായിട്ട്? നിങ്ങൾക്കെല്ലാം പടത്തിൻ്റെ കീഴിൽ റാം ഉള്ളിൽ നിന്ന് ആനുകൂല്യം പറ്റി മകൾക്ക് ജോലി, മക്കൾക്ക് ജോലി, മറ്റാൾ നോക്കി ആ ലോൺ ഈ പ്രൊമോഷൻ. ഇപ്പോൾ ചിലർക്ക് ഡോക്ടറേറ്റൊക്കെ നിസ്സാരത്തിലെടുക്കുകയാണ്. LDF വേണോ ഡോക്ടറേറ്റ് കിട്ടാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാം കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട എൻ്റെ സുഹൃത്ത്, എൻ്റെ ബന്ധുവൊക്കെ ആയ MES കോളേജിലെ പിന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഏതാനും ദിവസം മുൻപ് ഡോക്ടറേറ്റ് കിട്ടി. അത് ജമാൽ മരിക്കാർ എന്ന് പറയും. ഞങ്ങളുടെ കുടുംബക്കാരാണ്, ഞങ്ങളുടെ നാട്ടുകാരാണ്, ബന്ധുവാണ്, സുഹൃത്തടക്കാണ്. അദ്ദേഹം ഇടതുപക്ഷ ചിന്താഗതി കൂടി. അദ്ദേഹത്തിന് ഏതോ ദിവസം മുമ്പ് ഡോക്ടറേറ്റ്. അദ്ദേഹത്തിന് ഞാൻ ആദ്യം അമ്മയായിട്ട് അനുമോദനം അറിയിക്കുകയാണ്, അഭിനന്ദനം അറിയിക്കുകയാണ്. അത് വേറെ ഇത് വേറെ, ഇതൊന്നും അങ്ങനെ അതിൽപ്പെട്ടല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇനി ന്യൂനപക്ഷ വർഗീയതയോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതൊന്ന് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അതാണ് രാജ്യത്തും നാടും നന്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.